മലയാളത്തിലെ യുവ സൂപ്പർ താരമാണ്. One of the top young heroes in Malayalam. Heartthrob of so many young girls. മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ മലയാളത്തിന്റെ രാജകുമാരൻ. ഹായ്, ദിസ് ഇസ് ദുൽഖർ. ഹായ്, ഞാൻ ദുൽഖർ സൽമാൻ. വണക്കം, എൻ പേര് ദുൽഖർ സൽമാൻ. നമസ്കാരം, ദുൽഖർ സൽമാൻ. ലൈക്ക് ടെണ്ടുൽക്കർ വിതൗട്ട് ദ ടൈം. ഒരു ദുൽഖർ സൽമാൻ ഉണ്ടാക്കാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏത് രീതിയിൽ ആരുമായിട്ട് കമ്പാരിസൺ വേണമെന്നില്ല. അങ്ങനെ ഞാനൊരു GI ജോ എന്നുള്ള മറ്റേ ടോയ്സിന്റെ ഒരു ആഡ് ചെയ്തു. അതിൽ എനിക്ക് 2000 rupees കിട്ടി. അന്നത് വലിയ കുറെ നാളായിട്ട് അതിങ്ങനെ ചേർത്ത് വെക്കും. അതിനാണ് ഞാൻ സിനിമ എന്താണെന്ന് അറിയുന്നത്. കാരണം ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ അഭിനയിക്കും, ഞങ്ങൾ തന്നെ ഇരുന്ന് കാണും, ഞങ്ങൾ തന്നെ കൈ. We can say a movie directed by Dulquer as well. എപ്പോഴും தெரியாது, but someday. I've been standing for അവർക്ക് they want their pizza on time. അങ്ങനെ അവരെ വഴക്ക് വെക്കുകയും എനിക്ക് കുറെ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ I can't tell, this American. I think it defines me. എനിക്ക് എന്റേതായ ശൈലിയും എന്റേതായ അഭിനയം എന്റേതായ പേഴ്സണാലിറ്റി ഉണ്ടാവണം. ഷൈനസ് ഇருக்கு എനിക്ക്. Honestly, I'm extremely shy. എനിക്ക് even now എനിക്കിപ്പോ ഭയങ്കര നെഞ്ചെടുപ്പും പ്രശ്നങ്ങളൊക്കെ கொஞ்சம் ஷை. He was shy personality, but as an actor he's amazing. Our nadikiran madri I never felt he was acting. So that was a big bonus. Doing extremely well as an actor. എനിക്ക് ദുൽഖറിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ദുൽഖറിന് മമ്മൂക്കാട് ഇൻഫ്ലുവൻസ് പോലും ആക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ അമേസിംഗ് ആയിട്ട് തോന്നിയൊരു രണ്ടാമത്തെ സിനിമ മൂന്നാമത്തെ സിനിമ ടാലന്റ്. മൂന്നാമത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോഴേ ഒരു ഞാൻ വലിയൊരു നാച്ചുറൽ ആക്ടർ എനിക്ക് തോന്നുന്നു. എനിക്ക് ശരിക്കും കുറെ എഫേർട്ട് എടുത്തിട്ട് തന്നെ. കാരണം എനിക്കറിയാം ഇത്രയും നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നത്. I'm always criticizing myself. I'm always trying to find areas where நான் improve பண்ணனும். ഞാൻ എപ്പോഴും I want to constantly try to improve. മനോഹരമായിട്ട് ഓവർകം ചെയ്യാനുള്ള ഒരു പരിശ്രമം. For me to be grounded and normal is very important. എനിക്കൊരു എപ്പോഴും എനിക്കൊരു ഡിസേർവബിലിറ്റി മീറ്റർ. ഞാൻ ഒരിക്കലും ഏതൊരു ആസ്പെക്റ്റിലും പോകും. Dulquer for that matter is a very very sweet guy. He's a very down to earth. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ജെന്റിൽമാൻ ആണ്. ഞാൻ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു he's a gentleman. Absolute gentleman. എന്നുവെച്ചാൽ ദുൽഖറിന്റെ ഒരു ഡൗൺ ടു എർത്ത് ഒരു വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു വേ ഓഫ് ബിഹേവിങ്ങും ആക്ടിങ്ങും എല്ലാവരുടെ അടുത്ത് മിങ്കിൾ ചെയ്യുന്ന ഒരു രീതിയും ഭയങ്കര ഹംബിൾ ആയിട്ടുള്ള ഒരു വളരെ ഈസി ഗോയിങ് പേഴ്സൺ. വരുമ്പോൾ അവിടെ ചെയറില്ല, പുള്ളി നൈസായിട്ട് തറയിലിരിക്കുന്നു, ഡയറക്ടറുമായിട്ട് സംസാരിക്കുന്നു. അപ്പൊ അതിൽ മനസ്സിലാക്കാം. എനിക്ക് പറയാൻ എനിക്ക് ദുൽഖറിലുള്ള പല കാര്യങ്ങളും തന്നെയാണ് ജാർലിയിലുള്ള നന്മയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. വന്നു തുടങ്ങുമ്പോഴേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആവാനും അല്ലെങ്കിൽ അത്രയും തന്നെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ. നന്മയായിട്ട് അസോസിയേറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് 2 years ആയി. അത് വളരെ ഒരു യങ് ഏജിൽ കുട്ടികളെ നല്ലത് ചെയ്യാനും അല്ലെങ്കിൽ നന്മ ചെയ്യാനും പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്ന ഒരു. உங்களுக்கு எல்லாத்துக்கும் தெரிஞ்சிருக்கும் that you are the latest heartthrob of so many young girls. Girl fan base. I mean, I'm sure you know that. I'm in denial about that. I think it's very flattering. நான் சின்ன வயசுல கூட அப்படிப்பட்ட ஒரு ஓவலி பாப்புலர் வித் ரொம்ப செக்ஸிடா நீங்களே ஃபீல் பண்ணிருக்கீங்களா உங்களை பார்த்து? should keep telling me go clean up your beard. அப்படியே சொல்லும்போது நான் சொன்னேன் அதான் மோஸ்ட் டிசைரபிள். இப்படி ஃபேன் ஃபாலோவிங்ல இருக்கு அப்படிலாம் சொல்லுவேன். I'm a huge fan of Dulquer. Dulquer is very good looking. I think I dedicate this to my wife. Baby, as long as I have you on my arm, I could be wearing scrubs to a black tie event and I still look good. I'm not saying I must have had my phases, but Must have had now you are quite boring up. He's a very very good husband. Like that. She's a lucky girl, that Amal. Very very good boy he is. Good husband. He loves to be a husband. I've never seen abbai nenu intavaraku chudaledu inta happy ga unnante. I'm so happy to be married, Nitya. You should also get married. Have you seen any guy talk like that? He's so such a good guy. I knew அவங்க ஆர்க்கிடெக்சர் படிச்சு முடிச்சிருந்தாங்க. എന്റെ ultimate girl is Amal. I think she's prettier than any other girl I've seen. Very much in love with her. ശരിക്കും പറഞ്ഞാൽ ഞാൻ ജമ്പ് ചെയ്ത് എന്റെ ഷൂട്ട് ഓപ്പൺ ആയി, പിന്നെ ഞാൻ ഈ മോളോട് നോക്കിക്കൊണ്ടിരിക്കുക. അവളുടെ ഓപ്പൺ ആയി എന്തായിക്കൊണ്ട് വിളിച്ചാലും എനിക്ക് ഉള്ളിൽ ഐ എം വെരി ചൈൽഡ് ലൈക്ക് ഓൾമോസ്റ്റ്. You are a child like a man's body. My parents think every film I bring somebody back with me. എല്ലാ രീതിയിലും ഡിഫറൻസ് ഉള്ള ഞങ്ങളുടെ എല്ലാവരുടെ മോസ്റ്റ് ഫേവറേറ്റ് പേഴ്സൺ ആയിരുന്നു സെറ്റിലത്തെ ചക്കരക്കുട്ടനായിരുന്നു. പരിചയപ്പെട്ടിട്ടില്ല. ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാളായിട്ട് സിങ്കാവാൻ പറ്റുമോ.
അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റിംഗ് ആണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ കയറി വന്നു. ഹേ ബ്രോ വാട്ട്സ് അപ്പ് എന്ന് പറഞ്ഞ ഒരാൾ കയറി വന്നു. ഞങ്ങൾ അന്ന് സിങ്ക് ആയതാണ്, ഇപ്പോഴും അതേ സിങ്ക്. Hi Dulquer, how are you feeling now? Very special. Please don't hate me. அதை பற்றி இருக்கலாம், I don't know. தேவா தேவா சரி நானே பண்ணி ഈ പോസ്റ്റേഴ്സ് ഞങ്ങളെ കണ്ട ഈ പടം കാണാൻ തോന്നുന്നു. എനിക്ക് നീ ചാൻസ് തരാം പ്ലീസ്. ദുൽഖർ സൽമാന്റെ നടത്താം. ശരിക്കും പറഞ്ഞാൽ ദുൽഖറിന്റെ സ്വപ്നങ്ങളാണ് ദുൽഖറിന്റെ കഥാപാത്രങ്ങൾ. വണ്ടികളോട് താല്പര്യം കൊണ്ട് എന്തോ കർമ്മമായിരിക്കും തിരിച്ചു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും എനിക്ക് എന്തെങ്കിലും യൂണീക്ക് ആയിട്ടുള്ള, അതും മിക്കപ്പോഴും കുറച്ച് പഴയതല്ലെങ്കിൽ അതെ അത്ര എനിക്ക് ഞാൻ അത്രയും ചെറിയ പ്രായത്തിൽ നടന്നു തുടങ്ങിയ സമയം മുതൽ ഞാൻ കരയൊക്കെ ആണെങ്കിൽ എനിക്ക് ഭക്ഷണം തരുന്ന വണ്ടി. എന്നാലും എന്താ പറയാ, നമുക്കൊക്കെ ബൈക്ക് വരാന്നുള്ളതാണ് ചെറുപ്പം മുതൽ. പക്ഷെ എങ്ങനെ ഓടിക്കായിരിക്കും ബൈക്സ് സോ മച്ച് ഫൺ. ഐ ലൈക്ക് ടു ഡാൻസ്. എന്റെ ഒരു ഹാപ്പിനെസിന്റെ ഒരു എക്സ്പ്രഷൻ ആണ് എന്റെ. No, I'm not asking. എല്ലാവരും പാടുന്നൊരു സമയമാണല്ലോ, അപ്പോൾ ഞാനും പാടിയേക്കാന്ന് കരുതി. ദുൽഖർ ക്ലാസ് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ മാറ്റിയെടുക്കും എന്തായാലും. ഭാഷയാണ് അത്. ഞാൻ കുറെ മലയാളം ബുക്കുകളും വായിക്കും. ഒരു 10-40 വയസ്സാകുമ്പോൾ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കും. സ്കാൻ ചെയ്തിട്ട് ഞാൻ നെഗറ്റീവ് തന്നെ കണ്ടുപിടിച്ചിട്ടു. അത് പക്ഷേ എവിടെയെങ്കിലൊക്കെ എനിക്ക് ഒരു എന്താ പറയുക എനർജി തരുന്ന സാധനമായിട്ട് എനിക്ക് തോന്നുന്നു. അത് എനിക്ക് കൂടുതൽ വാശി കയറും, അല്ലെങ്കിൽ ഇനിയും ഇമ്പ്രൂവ് ചെയ്യണം, ഇനിയും ബെറ്റർ ആവണം എന്നുള്ളൊരു ചാർജ് കിട്ടുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്കറിയാം. പക്ഷെ ഇങ്ങനെ കോംപ്ലിമെന്റ്സ് കിട്ടുമ്പോൾ അതുകൊണ്ട് ചെറുപ്പം മുതലേ ഇത്രയും വലിയൊരു വാദനം മകനാവുന്നത് അറിയില്ല. പക്ഷെ ഐ ഹാവ് ഓൾവേസ് ഫെൽറ്റ് a lot of pressure. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും എന്നിൽ തന്നെ കുറേ ഡൗട്ട്സും, ഞാൻ ശരിയായി ചെയ്യുമോ, ഞാൻ കറക്റ്റ് ആവുമോ. Goes to Dulquer Salman. അവാർഡ് ഏറെ സന്തോഷം ഉള്ളതാണ്. ആ ചിത്രത്തിനോട് പ്രവർത്തിച്ച എല്ലാവരും, ചിലപ്പോൾ ദുൽഖർ ഒഴിച്ച് എല്ലാവരും ഏറെ ആഗ്രഹിച്ചിരുന്നതായിരുന്നു. ഇല്ല, സത്യം പറഞ്ഞിരിക്കും. ആക്ച്വലിയാണെങ്കിലും എൻ്റെ എല്ലാ പേഴ്സൻ്റെയും ആക്ടിങ് ആണ് എനിക്കെപ്പോഴും എന്നെക്കാളും ബെറ്റർ തോന്നുന്നത്. So many of these black ladies in my house. I've done my share of dusting and polishing them. എനിക്ക് അവാർഡ് കിട്ടുന്ന ഞാൻ all honesty never my wildest dreams I think there would come a day when there would be one with my name on it. I think all this excitement and full English over. I'm so sorry bro. Thank you. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഐശ്വര്യ റായ് എൻ്റെ അടുത്തായിരുന്നു. That was awesome. My son Dulquer This is Salman. probably the most special award for me. എൻ്റെ ഏറ്റവും വലിയ ക്രിറ്റിക്കും ഏറ്റവും വലിയ ഫാനാണ് എൻ്റെ ഉമ്മച്ചി. ചെറുപ്പം മുതൽ എൻ്റെ ഒരു ഡയറിയായ എൻ്റെ I think all boys ഉള്ളുക്കുള്ള you want to be your father. അവര്താണ് നമുക്ക് സൂപ്പർ ഹീറോ. മമ്മൂക്കയുടെ മോൻ ഒരു നല്ല മോനാണ്. അതെനിക്ക് അറിയില്ലല്ലേ? അറിയാം, എൻ്റെ വീട്ടിലുള്ള ഒരാളാ. അതിപ്പോൾ എൻ്റെ മകനല്ലേ. ഇപ്പോൾ അച്ഛൻ്റെ കൈ പിടിച്ച് നടന്ന മക്കൾ അച്ഛൻ്റെ കയ്യിൽ ഒപ്പം പിടിച്ച് നടക്കുന്ന കാര്യം. ഏതൊരു പടം ഇറങ്ങിയാലും മോർ ദാൻ ബോക്സ് ഓഫീസ് ക്രിട്ടിക്കൽ അക്ലെയിം. എനിക്ക് അച്ഛൻ്റെ ആ മോൻ എനിക്ക് എല്ലാം നൽകിയ, Thank you for giving me എന്നെ ഞാനാക്കിയ, and for everything you've given. ഇതാവുന്ന നിലയ്ക്ക് എനിക്ക് For സന്തോഷം. me, எப்பவுமே the next film I should be better in that film than my last film. எனக்கு எப்பவுமே I just want to see an upward graph. That is what I try to do. സിനിമയെ പറ്റിയിട്ട് നല്ലോണം അറിവും അല്ലെങ്കിൽ I love film. I love it like വ്യക്തിയാണ് നടൻ. I love acting. എനിക്ക് அந்த ക്രാഫ്റ്റ് പിടിക്കും. എനിക്ക് அந்த പ്രോസസ് നല്ല ഡൈനാമിക്. സിനിമ ചെയ്യണം തന്നെയാണ് എപ്പോഴും. ഐ വാണ്ട് ടു ഹാവ് ഐഡിയലാ ഒരു നല്ലൊരു പോർട്ട്ഫോളിയോ. എപ്പോഴും എൻ്റെ കരിയറിന് ഒരു അവസാനം നോക്കുമ്പോൾ നല്ലൊരു പോർട്ട്ഫോളിയോ സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് വന്നാൽ തന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അതിൽ സാധിച്ചിട്ടുണ്ടാവും. I really want to make a mark, yes.